നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തികച്ചും ഒരു വീടാണെന്ന് തോന്നുന്ന തരത്തിലൊരു കെട്ടിടം, അതിനകത്ത് ഒരുപാട് വൃദ്ധർ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എത്രമാത്രം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയാലും അവരവരുടെ ഒരു പക്വതയിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാതാപിതാക്കളെ വൃദ്ധസദനം എന്ന് തോന്നുന്ന കെട്ടിടത്തിൽ കൊണ്ടുപേക്ഷിച്ചു പോയി കളയുന്ന അവസ്ഥ. പല വൃദ്ധസദനത്തിൽ നിന്നും കരച്ചിലുകൾ കേൾക്കുമ്പോൾ അവരാരോരുമില്ലാത്തവരല്ല, എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളതിന്റെ വേദന പലപ്പോഴും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇങ്ങനെ കാണുന്ന വൃദ്ധസദനങ്ങളിൽ അതിനകത്തുറങ്ങുന്ന ആളുകൾക്ക് സ്വന്തം മക്കൾ മാത്രം തങ്ങളെ ഇട്ടുപോയി എന്നതല്ല വേദന, അതിനുള്ളിൽ അവർ അനുഭവിക്കുന്ന യാതനകൾ അതിനപ്പുറത്തേക്കാണ് എന്നതിന്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് കൊല്ലം എന്ന ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വൃദ്ധസദനം, ആ വൃദ്ധസദനത്തിലെ വൃദ്ധരെ അതിദാരുണമായിട്ട് ലൈംഗിക ചുവയോടെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തകർ, അവരെ സംരക്ഷിക്കാൻ എന്നുള്ള വ്യാജേനെ അവരെ അർദ്ധരാത്രിയിൽ ദുരുപയോഗം ചെയ്യുന്ന ചെന്നായ്ക്കൾ, ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വാർദ്ധക്യ പെൻഷൻ പോലും ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന് വീഴുമ്പോൾ അവർ അവിടെ രാത്രി ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളത്. അഭയകേന്ദ്രത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അന്തേവാസികൾ രംഗത്തെത്തിയതോടെയാണ് നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം എന്നതിന്റെ വ്യക്തത പുറത്തേക്ക് വരുന്നത്. വയോജന അഭയകേന്ദ്രത്തിനെതിരെ 4 അന്തേവാസികൾ വയോജന അഭയകേന്ദ്രത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത്. 4 അന്തേവാസികളെ ഇതിനകത്ത് തല്ലിക്കൊന്നു എന്നുള്ള ആരോപണമടക്കമാണ് ഇപ്പോൾ ഉയരുന്നത്. 2 സ്ത്രീകളാണ് ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി ഈ നഗ്നമായിട്ടുള്ള സത്യങ്ങൾ പുറത്തെത്തിച്ചത്. കൊല്ലം തെന്മന പുനർജനി അഭയകേന്ദ്രത്തിനെതിരെയാണ് ഇത്തരത്തിൽ അതിഗുരുതരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണം. അഭയകേന്ദ്രത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി അന്തേവാസികൾ രംഗത്തെത്തിയതോടെ മാധ്യമങ്ങൾ അന്വേഷിച്ച് അവിടെ എത്തി. അവിടെ നിന്ന് അവിടെ കേട്ട കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. സിനിമാ കഥകൾക്കും അപ്പുറമാണ് ആ വാർദ്ധക്യകാലത്ത് ആ വൃദ്ധരെ അനുഭവിച്ച കൊടും യാതനകൾ. സംഭവത്തിൽ സ്ഥാപന ഉടമ അഞ്ചൽ അഗസ്ത്യൻകോട് ബ്രഹ്മാസ് എന്ന് പറയുന്ന 52 വയസ്സുകാരനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ 2 വയോധികരാണ് ഈ സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ട് രംഗത്തെത്തിയത് എങ്കിൽ പോലും രക്ഷപ്പെട്ടത് നിരവധി പേർ. 70ഉം 72ഉം വയസ്സുള്ളവരാണ് ഇപ്പോൾ പ്രധാന പരാതിക്കാർ. തങ്ങൾക്കും ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ ഇയാൾക്ക് മുഖാന്തരം നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ വെളിപ്പെടുത്തൽ. രാത്രിയിൽ തങ്ങൾക്ക് മദ്യം നൽകാൻ ശ്രമിക്കുകയും വസ്ത്രങ്ങൾ അഴിച്ച് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയുമാണ് ഇയാളുടെ വിനോദം. എതിർക്കുമ്പോൾ 2 പേരെയും കയറിൽ കെട്ടിത്തൂക്കി കൊല്ലുമെന്ന് വധഭീഷണി. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ വാർത്തയുടെ ചുരുളഴിയേണ്ടതുണ്ട്. നിരവധി ദുരൂഹതകളാണ് ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബ്രഹ്മദാസ് പുറത്തുപോയ സമയം നോക്കി ഇരുവരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. സ്ഥാപനത്തിൽ നിന്നും പുറത്തു വന്ന സമയം നാട്ടുകാരിയായ സ്ത്രീ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് തങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളുടെ കഥ അവർ ചുരുളഴിച്ചത്. തങ്ങൾ ചാകാൻ പോകുകയാണെന്ന് തന്നോട് ഈ സ്ത്രീകൾ പറഞ്ഞതായി നാട്ടുകാരി വെളിപ്പെടുത്തുന്നു. തന്റെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയി എന്നും പിന്നീട് ഭാര്യ ഉള്ളപ്പോഴാണ് 4 പേരെ ഇയാൾ കൊലപ്പെടുത്തിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും തങ്ങളോട് പങ്കുവെച്ചതായും അവർ വ്യക്തമാക്കി. താൻ കണ്ടതാണ് ഈ കൊലപാതകമെന്നാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന വൃദ്ധർ പറയുന്നത്. 6 മാസമായി തങ്ങളെ ഇയാൾ ഇതേ രീതിയിൽ പീഡിപ്പിക്കുകയായിരുന്നു. അയൽവീട്ടിലെ ഒരു സ്ത്രീയിൽ നിന്ന് 100 രൂപ വാങ്ങിയാണ് തങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്നും ഈ വൃദ്ധർ വ്യക്തമാക്കി. 2 ലക്ഷം രൂപയും മാലയും കമ്മലും പ്രദീപിന്റെ ഭാര്യ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നും അത് തിരികെ വേണമെന്നുമുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് തെന്മല പോലീസും സ്ഥലത്തെത്തി അന്തേവാസികളുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിക്കുന്നത്. ഇതേ തുടർന്ന് ബ്രഹ്മദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് അന്തേവാസികളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ വ്യക്തമാക്കിയിരുന്നു. 2018 പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൽ 3 സ്ത്രീകളും 9 പുരുഷന്മാരും ഉൾപ്പെടെ 12 അന്തേവാസികളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രഹ്മദാസിന്റെ ഭാര്യയാണ് ഈ സ്ഥാപനം ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 25-ന് ഭാര്യ മരിച്ചതോടെയാണ്
ബ്രഹ്മദാസ ഈ സ്ഥാപനം നോക്കി നടക്കാൻ തുടങ്ങിയത്. ഇതിനുശേഷമാണ് സ്ത്രീകളായ വയോധികർക്ക് ക്രൂരമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വന്നതെന്നും ഭാര്യ മരണപ്പെട്ടതിനു ശേഷമാണ് അയാൾ ഇത്രയും നീചനായി മാറിയതെന്നും അവിടെ നിന്ന് വ്യക്തമാകുന്നു. എന്തായാലും അവിടെയുള്ള അന്തേവാസികളെ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുത്തി മറ്റ് വൃദ്ധസദനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ജോലിക്കെത്തിയ ഒരു ജോലിക്കാരി മലയാളി വാർത്തയോട് പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേൾക്കാം. ഞാൻ വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസമായുള്ളൂ. എവിടാ സ്ഥലം? എവിടാ? എന്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളമാണ്. ഇവിടെ എങ്ങനെ വന്ന ജോലിക്ക്? ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട് ഇവിടെയാ, ചാലിക്കര പുഴിയില. പുള്ളിയുടെ വീട് അവിടെയാണ്. ഞാനിവിടെ ഹോം നേഴ്സായിട്ട് ആ സരസ്വതി അമ്മേനെ നോക്കാൻ വേണ്ടി വന്നത്. ആ അമ്മയ്ക്ക് ഡൈപ്പർ മാറ്റി കൊടുക്കുക. ആ അമ്മേനെ ഞാൻ ഹോം നേഴ്സായിട്ട് പൊക്കോണ്ടിരിക്കുന്ന. ആ അമ്മയ്ക്ക് ഡൈപ്പർ മാറ്റി കൊടുക്കുക, ഡൈപ്പർ മാറ്റുക, അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞാൻ അവരുടെ അച്ഛന്മാരുടെ അടുത്തോട്ട് കൊണ്ടുപോകാനില്ല. പിന്നെ ഭക്ഷണം കൊടുക്കാൻ മാത്രം ഞാൻ അങ്ങോട്ട് കയറും അമ്മയുടെ അച്ഛൻ്റെ അമ്മമാരുടെ അടുത്ത്. മാസം ശമ്പളമൊക്കെ പറഞ്ഞാണോ വന്നത്? ഇല്ല, എന്റെ അടുത്ത് ബൈജു എന്ന് പറഞ്ഞ പുള്ളി ശമ്പളം തരാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. പക്ഷെ എന്റെ അടുത്ത് ശമ്പളത്തിന്റെ കാര്യമൊന്നും പുള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ മാസ ശമ്പളം ഒന്നും പറഞ്ഞിട്ടില്ല. ഭക്ഷണം എല്ലാം കിട്ടുമായിരുന്നോ? പാചകമൊക്കെ ചെയ്യുന്നവരവിടെ? ഇവിടുത്തെ മണികണ്ഠൻ തന്നെയാ. പുള്ളി തന്നെ പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ അമ്മമാര് എത്ര ദിവസം കഴിഞ്ഞപ്പോഴാ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയത്? എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എന്നോട് മോശമായിട്ട് വർത്താനം പറഞ്ഞു പുള്ളി. സംസാരം നടത്തി. ശരിയായ നേരായ മാർഗത്തിലല്ലാത്ത അല്ലല്ല രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു. ലൈംഗിക ചുവയോടൊക്കെ സംസാരിച്ചു. ഇല്ല മറ്റേ രീതിയിൽ എന്റെ അടുത്ത് ചോദിച്ചു. പുള്ളി എന്റെ അടുത്ത് ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനത്തെ രീതിയിലാണെങ്കിൽ ഞാൻ ഇനി വരത്തില്ല, ചേട്ടൻ വേറെ ആരെങ്കിലും നോക്കിക്കോ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ ഇവിടുത്തെ പോയിട്ട് പിറ്റേ 2 ദിവസമായിട്ട് ഞാൻ വന്നില്ല ഇങ്ങോട്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു എന്താടി നീ പോവാത്തേന്ന് ചോദിച്ചപ്പോ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴാണ് പുള്ളി മനസ്സിലായത്. പുള്ളി ഇവിടെ ഒന്ന് ചോദിക്കാനൊക്കെ ഇരുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ പോയി ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അമ്മമാര് ഡൈപ്പർ മാറ്റാൻ വേണ്ടി വരാവോന്ന് ബൈജു എന്നെ വിളിച്ച് ചോദിച്ചേ. ഞാൻ ഇവിടെ നിക്കണല്ലേ. അപ്പൊ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡൈപ്പർ മാറ്റാൻ ഞാൻ വരാം, എനിക്ക് പനിയാണ്, ഞാൻ നിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഇവരെന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് ചോദിച്ചു ഞാനൊന്ന് വരുമ്പോ മറ്റേ പുല്ലൂര് വരെ പോയിട്ട് വറ്റേന്ന് പറഞ്ഞു ഇവരെല്ലാരും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പൊക്കോ, ഞാൻ കറിയൊക്കെ വെച്ച് അവർക്ക് കൊടുത്തോളാന്ന് പറഞ്ഞു. അന്നാണ് ഈ അമ്മമാര് ഇവിടുന്ന് ഇറങ്ങിപ്പോണത്. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ രാവിലെ വന്ന് വൈകിട്ട് വീട്ടിൽ പോവാ 5 മണിയാകുമ്പോ. എനിക്ക് പിള്ളേരുള്ളത് കൊണ്ട് ഞാൻ വൈകിട്ട് വീട്ടിൽ പോവാ 5 മണിയാകുമ്പോ. പിന്നെ അവര് പറയുന്ന ഭക്ഷണം ഒന്നും നല്ല ശരിയല്ലായിരുന്നു അവരുടെ. അല്ല, ഈ പ്രായമായ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു? അതാ പുള്ളി വെള്ളം അടിച്ചു കഴിയുമ്പോ ഭയങ്കര ഉപദ്രവാന്നാ പറയുന്നത്. പിന്നെ ഇതിനു മുന്നേ അവരെന്തോ ആരെയൊക്കെയോ അടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവര്. ഇവിടെ താമസിക്കുന്നവരെ? അല്ല, ഇവിടെ താമസിക്കുന്ന ഇവിടെ മണികണ്ഠൻ പറഞ്ഞില്ലേ ആ പുള്ളി അടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവരെ. അല്ല, ഈ മദ്യം കഴിക്കുമ്പോഴാണോ അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതം ഉണ്ടാവുന്നത്? അത് നമുക്കറിയില്ല. ഞാൻ കാണുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ആള്. പിന്നെ വൈകിട്ടാണ് ഇവരുടെ അടുത്ത് ചെല്ലുന്നതെന്ന് അവര് പറയുന്നത്. ഈ 3 സ്ത്രീകൾ ഒരു റൂമിലല്ലേ കിടക്കുന്നത്? അതെ. എന്നിട്ട് ആ 3 പേര് ഉള്ളപ്പോഴാണ് അവര് കയറി ചെല്ലുന്ന ഇയാള്. ഈ പ്രായമായി ഇത്രയും പ്രായമായി 70 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളോട്? അതെ. സരസ്വതി അമ്മേനെയും കയറി പിടിച്ചിട്ടുണ്ട്. അതന്നെ, പിറ്റേന്ന് കാലത്ത് നിങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ അവര് പറയുന്നത്. എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇവര് ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് താഴെ 2 ചേച്ചിമാരുണ്ട്. അവരെടുത്ത് പൈസ പോയി ചോദിച്ചു വണ്ടി കാശിന്. അപ്പൊ അവരുടെ അടുത്താണ് ഇവര് പറഞ്ഞേ. എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇവര് വിചാരിച്ച് പേടിച്ചു എന്നു എന്റെ അടുത്ത് പറഞ്ഞ ഇനി ഞാൻ അവരോട് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഇവര് എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇവര് എന്തെങ്കിലും ചെയ്തു കളയുമല്ലോ വിചാരിച്ചായിരിക്കും പുള്ളി അവരെന്റെ അടുത്ത് പറയായിരുന്നേ. അതെ. എന്തായാലും വളരെ വിഷമമുണ്ടാകും ഇത്രയും പ്രായമായ സ്ത്രീകളെ ഉപദ്രവിക്കുക. നമുക്കും അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളതാ. നമ്മുടെ അമ്മമാരെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളും അങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല. വളരെ ദുഃഖകരമായ ഒരു കാര്യം. ശാരീരിക അവശത ഉള്ളവരും എണീറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ അടുത്താണ് ഇങ്ങനെ. അതെ. ആ അമ്മയ്ക്ക് ചെവി കേൾക്കത്തില്ല. നമ്മൾ അടുത്തോട്ട് ചെന്നാലേ എന്തേലും വർത്താനം പറയുള്ളൂ. അമ്മ ഒന്നാമത് എഴുന്നേറ്റ് നടക്കണെങ്കിലും അമ്മയ്ക്ക് ചെവി ഒന്നും കേൾക്കത്തില്ല. പിന്നെ ഞാൻ നോക്കുന്ന ആ ഡൈപ്പർ നോക്കുന്ന ആ അമ്മേനെയും കയറി പിടിച്ചിട്ടുണ്ട് അയാള്. അവര് വടിയൊക്കെ പിടിച്ചാ കിടന്നുറങ്ങുന്നേ. ഇവര് ചെന്ന് കേറുമ്പോ അടിക്കുമായിരുന്നു.